കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. ഇതുവരെ എഴുന്നേറ്റില്ലേ രണ്ടാളും? ഇതെന്തൊരു ഇരിപ്പാ ഗീതേ. ശാരദേട്ടത്തി ഉറങ്ങാ? ഗീതയല്ലേ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. നീ ഇങ്ങനെ ഇരുന്നാലോ? എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാ രുക്മിണി ആന്റി? മനസ്സ് വിഷമിപ്പിക്കാതെ സമാധാനമായിട്ട് ഇരിക്കാൻ പറയണം. ഞാൻ പറഞ്ഞ അമ്മയുടെ വിഷമം മാറൂ, സമാധാനം കിട്ടൂ. തർക്കിക്കാനൊന്നും ഞാനില്ല. ഗീതേച്ചി കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അച്ഛനും അമ്മയ്ക്കും കൊടുത്ത് ഗീതേച്ചിയും കഴിക്കണം. ഇങ്ങനെ മിണ്ടാതെ നിന്നാ പോരാ. പട്ടിണി കിടക്കാതെ 3 പേര് അത്താഴം കഴിച്ചിരിക്കണം. അല്ലെങ്കിൽ ദേ ഞങ്ങൾക്കും കൂടി ബുദ്ധിമുട്ടാ, പറഞ്ഞേക്കാം. കഴിച്ചോളൂ അമ്മേ. കഴിക്കണം, അല്ലെങ്കിൽ അതിന്റെ വിധം മാറുന്നത്. ശാരദേട്ടത്തി, ഇങ്ങനെ എത്ര സമയം കിടക്കാനാ? നാളെ എഴുന്നേക്കണ്ടേ? മാഷിന്റെ കാര്യങ്ങൾ നോക്കണ്ടേ? എനിക്കറിഞ്ഞൂടാ. എല്ലാവർക്കും വിഷമമുണ്ട് എന്ന് കരുതി ഇങ്ങനെ അങ്ങ് തുടങ്ങിയാലോ? വേറൊന്നും ആലോചിക്കണ്ട. കൊച്ചിന്റെ പ്രവൃത്തി കുറച്ച് കടന്നുപോയി. അവൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. പോട്ടെ, ബുദ്ധിമോശമാണെന്ന് വിചാരിച്ചാ മതി. എന്തായാലും ഗംഗ ജീവനോടെ ഉണ്ടല്ലോ. അങ്ങനെ അങ്ങ് വിചാരിച്ച് ആശ്വസിക്കേ. ദേ ഇട്ടു മൂടാൻ സ്വത്തുള്ളിടത്തേക്കാ അവള് പോയിരിക്കുന്നേ. ആരെ മൂടാനാ? എനിക്കൊന്നും കേക്കണ്ട. ശാരദേടത്തി, എഴുന്നേക്ക്, ചെന്ന് കഞ്ഞി കുടിക്കേ. സാരമില്ല, മനസ്സിന്റെ ദണ്ണം കൊണ്ടാ. കുറെ കഴിയുമ്പോ നീ അത്താഴം എടുത്തു കൊടുക്കണേ. സമയം കുറെയായി, ഞങ്ങൾ ഇറങ്ങട്ടെ. ഉമേ, ഗീതേച്ചി,
കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോ വേണ്ട. പിന്നെ എപ്പോൾ കഴിക്കാനാ? വന്നേ, എനിക്ക് വിശക്കുന്നുണ്ട്. സോളമൻ കഴിച്ചോളൂ, ഞാൻ പിന്നെ എടുത്ത് കഴിക്കാം. ആ, ഇതുപോലെ പറഞ്ഞിട്ട് വൈകിട്ടത്തെ ചായ എവിടെ ഇരുന്നു? ഇപ്പം ഞാൻ എടുത്ത് കളയായിരുന്നു. വിശപ്പില്ലഞ്ഞിട്ടാ. സമയത്തിന് ആഹാരം കഴിക്കാതിരുന്ന വിശപ്പില്ലാതാവും, പിന്നെ ഒന്നും കഴിക്കാനാവാത്ത സ്ഥിതിയിലാവും. ഗിരി വിളിക്കുമ്പോൾ എല്ലാം സംസാരിക്കാമെന്ന് പറഞ്ഞ് നമ്മളൊരു ധാരണയിലെത്തിയതല്ലേ, പിന്നെ എന്താ പ്രശ്നം? എന്നിട്ട് ഇതുവരെ ഗിരി വിളിച്ചില്ലല്ലോ. അതിനിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യാനാ? അവൻ്റെ കയ്യിൽ ഫോണില്ല, കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഒരു വഴിയില്ല. ഇങ്ങോട്ട് വിളിക്കാതെ എന്ത് ചെയ്യാനാ? എന്തോ പ്രശ്നമുണ്ട്, അതാ ഗിരി വിളിക്കാത്തത്. വെറുതെ ഓരോന്നാലോചിച്ച് ടെൻഷൻ കൂട്ടുക. ഇന്നല്ലെങ്കിൽ നാളെ ഗിരി വിളിക്കാതിരിക്കില്ല. അതുവരെ ഊണും ഉറക്കവും ഇല്ലാതെ വെറുതെ അസുഖം പിടിപ്പിക്കണ്ട. കുറച്ചെങ്കിലും കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങാൻ നോക്ക്. നന്നായി ഉറങ്ങിയ മനസ്സ് സ്റ്റഡിയാവും. വാ, ഞാൻ കഴിച്ചോളാം സോളമ. പറയുന്നത് കേൾക്കുക. ഈ അവസ്ഥയിൽ ഫുഡ് കഴിക്കാതിരുന്നാലുള്ള കുഴപ്പം അറിയാലോ. ഗംഗയെ മാത്രമല്ല അത് ബാധിക്കുന്നത്, പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാൻ പട്ടിണി കിടക്കുന്നില്ല, പിന്നെ കഴിക്കാം പ്ലീസ്. നാളെ അവൻ വിളിക്കും, ഒരു തീരുമാനം ഉണ്ടാക്കാം. ഇങ്ങനെ ശാഠ്യം പിടിച്ചാൽ എങ്ങനെയാ അമ്മേ? എല്ലാവരും എന്നെ ഏൽപ്പിച്ചിരിക്കുക അമ്മേ ഭക്ഷണം കഴിപ്പിക്കുന്ന ജോലി. എഴുന്നേറ്റ് വാ അമ്മേ. വന്നാ മതിയോ? എനിക്കൊന്നും ഇറങ്ങില്ല ഗീത, ഞാൻ പറയുന്ന കേക്ക്. എന്താ പ്രശ്നം? എന്താടോ? എന്ത് ചെയ്തിട്ടും അമ്മ എഴുന്നേറ്റ് വരുന്നില്ല അച്ഛാ. അതൊക്കെ വരും, മോളെ നടങ്ങ. ശരിയാ, ഞാൻ ശാരദയുടെ പക്ഷത്താ. പറയുന്നവർക്ക് പറയാം ആഹാരം കഴിക്കാൻ. നമുക്കെല്ലാവരും ഇതിൻ്റെ വിഷമം. വിശപ്പ് മരവിച്ച പോലെയാ, വായ്ക്കു രുചിയില്ല. എന്തോ ഒരു കയ്പുനീര് വന്ന് വായിൽ നിറഞ്ഞിരിക്കുന്ന അനുഭവമാണ്. അപ്പോൾ കഴിക്കാൻ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും തോന്നില്ല എന്ന് കരുതി ജീവൻ കിടക്കട്ടെ, അതിനെന്തെങ്കിലും അകത്ത് ചെല്ലണ്ടേ? ഇനിയിപ്പോ ജീവൻ കിടന്നിട്ട് എന്തിനാ? നീ ഇങ്ങനെ മണ്ടത്തരം പറയാതെ. നിരാഹാരം കിടന്ന് ജീവൻ എടുക്കേണ്ട ഒരു കാര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. അഹിതമായൊരു സംഭവം ഉണ്ടായി, അത് കഴിഞ്ഞു, ആളുകളും പിരിഞ്ഞു. ഇനി നമ്മൾ പട്ടിണി കിടന്നിട്ടെന്താ? മാഷിന് ഒട്ടും വിഷമമില്ലെന്നാണോ? അതിപ്പോ പറ, വിഷമമില്ലേ? ശാരദേ, ഈ വിഷമം എന്ന് പറയുന്നത് കുറെ കഴിയുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരണം. നീ ഗീതയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഗംഗയെപ്പോലെ ഇവളും നമ്മുടെ മോളല്ലേ. ആദ്യം തന്നെ അമ്മയെന്ന് വിളിച്ചതും ഗംഗയല്ല, ഗീതയാ. എന്നെ ആദ്യം അച്ഛാന്ന് വിളിച്ചതും ഇവളാ. നീ എന്താ ഗീതയെക്കുറിച്ച് ഓർക്കാത്തത്? ഇവൾക്ക് വേണമെങ്കിൽ രമേശൻ്റെ കൂടെ പോകായിരുന്നു, പോയില്ല. എന്തുകൊണ്ട്? അച്ഛനെയും അമ്മയും ഈ ഒരു പരിതസ്ഥിതിയിൽ വിട്ടിട്ട് പോകാൻ മനസ്സ് വന്നില്ല. ഈ മോളുടെ നന്മ നമ്മൾ കാണാതിരുന്നൂടാ. എനിക്കും വിശപ്പില്ല, കഴിക്കണമെന്നില്ല. പക്ഷേ നമ്മൾ പട്ടിണി കിടന്ന ഗീത വലുത് കഴിക്കുമോ? ഇല്ല. മോളെ അത്താഴപ്പട്ടിണി കിട്ടിട്ട് നമ്മളെന്ത് നേടാനാ? ഒരു നേരം കഴിക്കാതിരുന്ന സങ്കടം മാറിക്കിട്ടുമോ? അതുകൊണ്ട് നീ വാ. എനിക്ക് പക്ഷേ വിശപ്പില്ല, നേരത്തെ പറഞ്ഞല്ലേ. നമുക്ക് ഒരുമിച്ചിരിക്കാടോ. നീ വന്നേ. ഇതേ മോളി ഒന്ന് ഭക്ഷണം എടുത്ത് വെച്ചേ. പാടോ.
മതി മതി മതി. മോളുടെ പാത്രത്തിലും വിളമ്പ്. ഒരുമിച്ചിരിക്കാലോ. നിങ്ങൾ കഴിക്കേ, ഞാൻ പിന്നെ ഇരുന്നോളാം. അതെന്തിനാ പിന്നേക്കുന്നത്? നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. ഒരുമിച്ചിരിക്കാം. മറിയിരിക്കേ. ഇരിക്കടോ, ഞാൻ വിളമ്പിത്തരാം. മതി അച്ഛാ, കഴിക്കുമോളെ. മതി. ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടാണോ രുക്മിണി കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ട് പോയത്? സ്വന്തക്കാരേക്കാൾ ഉത്തരവാദിത്വമായിട്ടാണ് അവൾ നമ്മളോട് ഇടപെടുന്നത്. ഞാൻ ഭാര്യയോട് പറഞ്ഞതാ ഇവിടുന്ന് കഴിക്കാമെന്ന്. അപ്പോൾ പുള്ളിക്ക് അത്താഴത്തിന് മുമ്പ് കഴിക്കുന്ന എന്തോ ഗുളിക കഴിക്കാനുണ്ടത്രേ. അതുകൊണ്ടാണ് പോയത്. അല്ലെങ്കിലും രാത്രിയിൽ 2 തവി കഞ്ഞി കുടിക്കുന്നതാ വയറിന് സുഖം. പണ്ടൊക്കെ ശാരദ പപ്പടം ചുട്ടു തരുമായിരുന്നു. മായമില്ലാത്ത ഉഴുന്നുപൊടി കൊണ്ടുള്ള അന്നത്തെ പപ്പടത്തിന് പ്രത്യേക സ്വാദ. ഇപ്പം എല്ലാം സോഡാക്കാരത്തിൻ്റെ ചുവയാ. സ്പൂൺ കൊണ്ട് തുഴയുന്നതല്ലാതെ 2 പേരും കഞ്ഞി കുടിക്കുന്നില്ലേ? എന്താ ഇത് ശാരദ? എടോ, അമ്മേ, വിളിക്കണ്ട മോളെ, പോയിക്കോട്ടെ. നീ ഇരിക്കേ. ഇതിൽ കൂടുതൽ നിർബന്ധിക്കുന്ന എങ്ങനെയാ? പാവത്തിന് നല്ല വിഷമമുണ്ട്. 2 ദിവസം കൊണ്ടേ നേരെയാവും. അതുവരെ നമ്മൾ ശാരദയുടെ താളത്തിനൊത്ത് നിൽക്കണം. നീ കഴിക്കാത്ത എന്താ? വേണമെന്നില്ല അച്ഛാ. 2 സ്പൂൺ കഞ്ഞി കുടിക്കുമോളെ. അച്ഛനൊരു കൂട്ടിനെങ്കിലും. മോളിവിടെ ഉള്ളതൊരു ആശ്വാസമായി. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വല്ലാതെ വിഷമിച്ചു പോവുമായിരുന്നു. രുക്മിണിയും മോളൊക്കെ വന്ന് സഹായിക്കും. എന്നാലും നീ എന്നങ്ങോട്ട് തിരിച്ചു ചെല്ലണമെന്ന് രമേശൻ പറഞ്ഞോ? ഇല്ല. ബാഹുലേനും ഭാര്യയ്ക്കും നിന്നെ അടിക്കാൻ നല്ലൊരു വടി കിട്ടിയിരിക്കുക. അവരത് ശരിക്കും മുതലെടുക്കും. എന്നും കുറ്റപ്പെടുത്തലും കുത്തുവാക്കുമായിരിക്കും. രമേശന്റെ സ്വഭാവം ഏറെക്കുറെ എനിക്കറിയാം. അച്ഛനെ അമ്മയും തള്ളി പറയില്ല അയാൾ. അവരെന്തെങ്കിലുമൊക്കെ പറയട്ടെ, മോള് കാര്യമാക്കി എടുക്കണ്ട. ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ തള്ളിക്കളയണം. പ്രതികരിക്കാനേ പോകരുത്. 2 കൈ കൂട്ടിയടിച്ചെങ്കിലല്ലേ ശബ്ദം ഉണ്ടാവൂ. അല്ലെങ്കിൽ രമേശ് ചേട്ടന്റെ അച്ഛനോടും അമ്മയോടും ഞാനൊന്നും എതിർത്ത് പറയാറില്ലല്ലോ. അറിയാ, എനിക്ക് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് പോകുന്നത് വരെ നീ ഞങ്ങളുടെ മൂത്ത മകനും മകളും ഒക്കെ ആയിട്ട് ഇവിടേക്ക് ഓടി നടന്നതല്ലേ? അച്ഛനതൊന്നും മറന്നിട്ടില്ല. പിന്നെയുള്ള സമയത്ത് ഗംഗയ്ക്ക് കൂടുതൽ സ്നേഹം കൊടുത്തുവെന്നും മോൾക്ക് അതിൻ്റെ അളവ് കുറഞ്ഞു പോയി എന്നുള്ളൊരു തോന്നൽ നിൽക്കുന്നുണ്ടോ? അങ്ങനെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ അച്ഛാ. മക്കളെ മനസ്സിലാക്കിയെന്ന് പലപ്പോഴും അച്ഛനമ്മമാർക്ക് തോന്നും. ശരിക്കും മക്കൾ അച്ഛനമ്മമാരെയാണ് മനസ്സിലാക്കേണ്ടത്. ആ സത്യം നമ്മൾ മനസ്സിലാക്കാൻ വൈകും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഭർത്താവിൻ്റെ വീട്ടിൽ അതും ഇതൊക്കെ കേട്ടുവെന്ന് വരും. ഒന്നും മനസ്സിൽ വെക്കരുത്. രമേശൻ ഒരിക്കലും മോളോട് അകൽച്ച ഉണ്ടാവരുത്. കാരണം ഇനി എന്നും മോൾക്ക് താങ്ങായി നിൽക്കേണ്ടത് അയാളാണ്. എനിക്കൊരു സങ്കടം ഉണ്ടായ ഓടി വരാൻ അച്ഛനില്ലേ? ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു സങ്കടം ഉണ്ടാവാതെ നോക്കണം. നിന്റെ ജീവിതം മുമ്പോട്ട് നയിക്കാൻ ഇനി നീ കൂടുതൽ ഉത്സാഹം കാണിക്കണം. ഓർത്തപ്പ സൂചിപ്പിച്ചതാ.
പൊതുവെ അധ്യാപകർക്കൊരു വിചാരമുണ്ട്, ക്ലാസ്സിന് പുറത്തും അവർ സാറന്മാരാണെന്ന്. സാറ് പഠിപ്പിക്കും, കുട്ടികൾ കേൾക്കും. അതാണല്ലോ സ്കൂളിലൊരു രീതി. ഇപ്പം മാറ്റമുണ്ട്. എന്നാലും ഞങ്ങളെപ്പോലുള്ളവർ ശീലിച്ചത് പഴയ സമ്പ്രദായമാണ്. ഈ ഉദാഹരണം ഇപ്പൊ പറഞ്ഞത് എന്തിനാണെന്നായിരിക്കും മോൾ വിചാരിക്കുന്നത്. ക്ലാസ് മുറിയിലെ മാഷിനെ പോലെയായിരുന്നു വീട്ടിലെ അച്ഛൻ എന്നൊരു തോന്നൽ. കുട്ടികളുടെ മനസ്സറിയാൻ, അവരുടെ മനഃശാസ്ത്രം അറിയാൻ ശ്രമിക്കാത്ത ഒരു അധ്യാപകനെ പോലെ ഒരച്ഛൻ. എന്നാൽ പൂർണ്ണമായും അത് ശരിയല്ലതാണ്. നിനക്ക് ആ ചെറുപ്പക്കാരനെ ഇഷ്ടമാണെന്നറിഞ്ഞ് ഞാൻ അയാളുടെ വീട്ടിൽ പോയില്ലേ. അവിടുത്തെ അന്തരീക്ഷം ഒട്ടും എനിക്ക് പിടിച്ചില്ല എന്നുള്ളത് സത്യമാണ്. ഏതൊരച്ഛനെയും പോലെ ഞാനും അന്നേരം സ്വാർത്ഥനായി. കുട്ടികൾ നന്നാവണമെന്ന് അധ്യാപകർ ആഗ്രഹിക്കുന്ന പോലെ മക്കൾ നന്നാവണമെന്ന് ഏതൊരച്ഛനും അമ്മയും ആഗ്രഹിക്കും. നിന്റെ നല്ല ഭാവിക്ക് നന്ദഗോപനുമായിട്ടുള്ള വിവാഹം നടക്കുന്നതാണ് ഉചിതമെന്ന് അച്ഛന് തോന്നി. അല്ലെങ്കിൽ തന്നെ മറിച്ചൊരു തീരുമാനം എടുക്കാൻ സമയമില്ലതാനും. കല്യാണ തീയതി അത്രയ്ക്ക് അടുത്തെത്തിയിരുന്നല്ലോ. അതുകൊണ്ടാ നിശ്ചയിച്ച വിവാഹത്തിൽ തന്നെ അച്ഛൻ ഉറച്ചു നിന്നതും മുമ്പോട്ട് നീങ്ങിയതും. അപ്പോഴും എനിക്ക് അച്ഛനിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ അഭിപ്രായ വ്യത്യാസം ആ സന്ദർഭത്തിൽ ഞാൻ തുറന്നു പറഞ്ഞത്. പക്ഷെ അച്ഛൻ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടില്ല. അല്ലെങ്കിൽ എന്റെ നിലപാട് മനസ്സിലാക്കിയില്ല. അച്ഛൻ എന്ന സ്ഥാനത്ത് നിൽക്കുമ്പോഴുള്ള എന്റെ നിലപാട് മോളും മനസ്സിലാക്കിയില്ല. ഒരച്ഛന് ഉത്തരവാദിത്തങ്ങളുണ്ട്, കടമകളുണ്ട്. മക്കളുടെ കാര്യം വരുമ്പോൾ ഏറെ പേരും പറയുന്നത് അവകാശങ്ങളെക്കുറിച്ചാണ്. അവർക്ക് വലിയ ഉത്തരവാദിത്തങ്ങളും കടമകളും. വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞു, നിഷേധിച്ചു എന്നൊക്കെയുള്ള പതിവ് വാചകങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും അച്ഛനമ്മമാരോട് മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ കടപ്പാടില്ലേ? അങ്ങനെ കടമയുള്ള അച്ഛനമ്മമാർ കടപ്പാടുള്ള മക്കൾക്ക് നേരിട്ട് നടത്തിക്കൊടുക്കുന്നതാണ് ലോകത്തുള്ള 90% വിവാഹങ്ങളും. ആ ദാമ്പത്യങ്ങളെല്ലാം വിജയമാണെന്ന് അച്ഛന് പറയാൻ കഴിയൂ? എല്ലാം പോട്ടെ, പകുതിയെങ്കിലും വിജയിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വാസ്തവം. കടപ്പാടിന്റെ പേരിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആ മക്കൾക്ക് അച്ഛനമ്മമാർ എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്തു കൊടുക്കുക? എന്ത് പാരിതോഷികമാണ് കൊടുക്കുക? മോള് നന്നായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ വേണം. മുമ്പ് നിന്റെ ഈ സാമർഥ്യം, ഇംഗ്ലീഷ് പറഞ്ഞാൽ സ്മാർട്ട്നെസ്, അത് കണ്ട് അച്ഛൻ സന്തോഷിച്ചിട്ടുണ്ട്, അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോ എനിക്കറിയാം, അന്ന് അങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ടിയിരുന്നില്ലെന്ന് അച്ഛന് തോന്നുന്നുണ്ട്. ഇപ്പൊ സന്തോഷമല്ല, ദേഷ്യമാണ് എന്നോടുള്ളതെന്നും എനിക്കറിയാം. പുറമേയുള്ള ഈ ശാന്തത അച്ഛൻ്റെ ഒരു ശീലമാണ്. ഉള്ളിൽ ദേഷ്യം തിളച്ചു മറിയാണ്. അവിടെ മോൾക്ക് തെറ്റി. മനസ്സ് ശാന്തമല്ലായിരിക്കാം, പക്ഷേ നിന്നോട് ദേഷ്യമില്ല അച്ഛന്, ഒട്ടുമില്ല. ഇനി ശ്രമിച്ചാലും ദേഷ്യം ഉണ്ടാവില്ല. പകരം അനുഗ്രഹമാണുള്ളത്, പ്രാർത്ഥനയുള്ളത്. എൻ്റെ കുട്ടി നന്നായി ജീവിക്കണമെന്നുള്ള പ്രാർത്ഥന. ഒരല്ലലും ഇല്ലാതായിരിക്കണം മോളുടെ ഭാവി. ആരെ ആശ്രയിക്കേണ്ടി വരരുത്. ആർക്കും സഹതാപം തോന്നരുത്. ആർഭാടവും ആഡംബരവും ഒന്നും വേണ്ട. സ്വസ്ഥത, സംതൃപ്തി, സമാധാനം അതുണ്ടാവണേ ജഗദീശ്വര. എൻ്റെ മോൾക്ക് അത്രയച്ചും പ്രാർത്ഥിക്കുന്നുള്ളൂ. അച്ഛാ, ഈ വലിയ മനസ്സിന് പകരം വെക്കേ. ഇതെന്താ കരാറ? പരസ്പര സ്നേഹവും നന്മയും നിറഞ്ഞ ഒരു കുടുംബജീവിതം നിനക്കുണ്ടായി കണ്ടാ മതി. അച്ഛന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് പകുതി സന്തോഷമായി. ഉണ്ടല്ലോ, ഇപ്പോഴൊന്നല്ല, എപ്പോഴും എന്നും എൻ്റെ മോൾക്ക് അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പോട്ടെ ഞാൻ. അച്ഛാ,
അച്ഛനും അമ്മയും ഇവളെ സ്നേഹിച്ചു. അതിലുപരിയായി നമ്മൾ പ്രേക്ഷകർ സ്നേഹിച്ചു. എന്നിട്ടും ഈ പെൺകുട്ടി ആ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞില്ലേ? നമ്മുടെ പ്രിയപ്പെട്ട ഗംഗയ്ക്ക് സ്വന്തം ജീവിതം കൈവിട്ടു പോവുകയാണോ? കാത്തിരുന്നു കാണുക നിങ്ങളുടെ സ്വന്തം ദൂരദർശനം. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണേ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണേ.